സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാം. 5 ഹദീസല്ല, 10 അല്ല, 20 അല്ല, 30 അല്ല, 50 അല്ല, 100 അല്ല, 150-ലധികം ഹദീസുകൾ സ്വഹീഹായി മാത്രമുണ്ട്. സ്ത്രീകൾക്ക് പള്ളിയിൽ ഒരൊറ്റ ഹദീസ് മതി, പക്ഷെ 150-ലധികം ഹദീസ് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് വരാമെന്നതിന് തെളിവുണ്ട്. ജമാഅത്തിൽ പങ്കെടുക്കാമെന്നതിന് ഇഷ്ടം പോലെ ഹദീസുകൾ തെളിവുണ്ട്. സുബഹിക്ക് വരെ അവർ പള്ളിയിൽ വന്നു. മൂടി പുതച്ചിട്ടാണ് നബിയുടെ കൂടെ സുബഹിസ്കരിക്കാൻ അവിടുത്തെ മുഅ്മിനാത്തുകൾ വന്നത്. നിസ്കാരം കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. ഇരുട്ടുകൊണ്ട് ആരെയും മനസ്സിലാകുമായിരുന്നില്ല. അത്ര വേഗത്തിൽ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും. ഇതൊക്കെ ഹദീസിലില്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചതല്ലേ? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസല്ലേ? എത്തുമ്പോൾ പാടില്ല. ഇപ്പൊ റിക്ഷയിൽ പോണില്ലേ, കാറിലില്ലേ, ബസ്സിലില്ലേ, ട്രെയിനിലില്ലേ, റെയിൽവേ സ്റ്റേഷനിലില്ലേ, മാർക്കറ്റിലില്ലേ, ഫിഷ് മാർക്കറ്റിലില്ലേ, ടെക്സ്റ്റൈൽസിലില്ലേ, റമദാന്റെ 10 ഷട്ടർ താഴ്ത്തില്ലേ സ്ത്രീകളെ പേടിച്ചിട്ട്? എന്റെ ഭർത്താവിന്റെ കൂടെ ഉപ്പാന്റെ കൂടെ പള്ളിക്ക് മാത്രം വരാൻ പാടില്ല. അവിടെ എന്താ ഇവിടെ ഒന്നും ഇല്ലാത്തൊരു കൊത്താമ്പി അവിടെ മാത്രം? പരലോകത്ത് പ്രതിഫലം ലഭിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തിന് തെളിവുകൾ അന്വേഷിക്കുമ്പോൾ മീൻ വാങ്ങാൻ പോകുന്ന കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വിഷയീഭവിപ്പിക്കുന്ന പ്രശ്നം, മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം, സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും പുരുഷന്മാരോടൊപ്പം പള്ളികളിൽ പോകേണ്ടതുണ്ടോ? പൊതുവായ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. പുരുഷന്മാരെ പോലെ പരിപൂർണ സ്വാതന്ത്ര്യം നൽകപ്പെട്ട് അഴിഞ്ഞാടാൻ സ്ത്രീകൾക്ക് ഇസ്ലാം അനുമതി നൽകിയിട്ടില്ല. അതിന്റെ പേരിൽ ആരും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്ന് വ്യാമോഹിക്കേണ്ട. മുസ്ലിങ്ങളല്ലാത്തവർ പോലും ഈ അമിത സ്വാതന്ത്ര്യത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ സർക്കാർ പോലും അധിക്ഷേപിക്കേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ വേണം കാര്യങ്ങളെ വിലയിരുത്താൻ. എന്തിനേറെ, ഞാൻ കോഴിക്കോട് വെച്ചല്ലേ സംസാരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് മുഹീദ്ദീൻ പള്ളിയിൽ നിന്ന് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് സ്ത്രീകൾ പുറത്തു വരുന്ന ചിത്രം മാതൃഭൂമി മുതലായ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു. വല്ല ഫാഷൻ പരേഡിന് ഇറങ്ങിത്തിരിച്ച അത്യാധുനിക മഹിളകളാണെന്ന് തോന്നിപ്പോകും ചിത്രം കണ്ടാലെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മുഖപത്രം അൽമനാർ പോലും ആ ചിത്രം കണ്ട് വിലപിക്കുകയുണ്ടായി. അൽമനാറിന്റെ തലവാചകം തന്നെ, ലേഖനത്തിന്റെ തലവാചകം, ഇവരെന്തിന് പള്ളിയിൽ വരുന്നു എന്ന ചോദ്യമായിരുന്നു. പരലോക പുണ്യം ഉദ്ദേശിച്ച് അങ്ങനെയുള്ള ഏർപ്പാടുകൾ വേണ്ട. അത് പരലോക പുണ്യത്തിന്റെ പേരിലും വേണ്ട. ഈ രാജ്യത്ത് സദാചാരവും നന്മയും നിലനിൽക്കണമെന്ന ചിന്താഗതി ഉള്ളവരിൽ നിന്നും വേണ്ട. ഈ രണ്ട് കാഴ്ചപ്പാടും ചേർത്ത് വായിക്കണം. ഒന്നാമത് സദാചാര ബോധം, മറ്റൊന്നൊരു ധാർമ്മികമായ ചിന്ത. മതവിശ്വാസമില്ലാത്തവർക്ക് പോലും ഈ കാര്യങ്ങളെക്കുറിച്ച് അപകടകരമാണെന്ന തോന്നൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം കണ്ടില്ലെന്ന് നടിക്കാമോ? ഈ വസ്തുതകൾക്ക് നേരെ നാം എങ്ങനെ കണ്ണടച്ചു നിൽക്കും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അത്തരം കാര്യങ്ങൾ അധികം ഞാൻ പറയുന്നില്ല, എന്റെ വിഷയം തന്നെ പറയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം, നാനു മആശിറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരേത് വിഭാഗത്തിൽപ്പെട്ടവരായാലും കൊള്ളാം, സുന്നി ഏത് സുന്നിയായാലും കൊള്ളാം, മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ ഏത് അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ടവരായാലും നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ജുമുഅ, ജമാഅത്ത് മുതലായ പുണ്യകർമ്മങ്ങളൊക്കെ നാം നിർവഹിക്കുന്നത് അഥവാ നിർവഹിക്കേണ്ടത് മരണാനന്തരം പടച്ച തമ്പുരാനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാവണം, അല്ലേ? തീർച്ചയായും അങ്ങനെയായിരിക്കണം. മരണാനന്തരം പടച്ച തമ്പുരാനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ജുമുഅ, ജമാഅത്ത് മുതലായ പുണ്യകർമ്മങ്ങളൊക്കെ നാം നിർവഹിക്കേണ്ടത്. പരലോകത്ത് വെച്ച് മരണാനന്തരം ആരാണ് പ്രതിഫലം നൽകാൻ
പ്രതിഫലം നൽകുന്നവൻ പടച്ച തമ്പുരാനാണ്. പ്രതിഫലം ലഭിക്കേണ്ടവരോ അവന്റെ പടപ്പുകളും. പ്രതിഫലം നൽകാൻ പടച്ചവൻ, പ്രതിഫലം ലഭിക്കേണ്ടവർ പടപ്പുകളും. ഈ കാര്യത്തിൽ ഒരു വിഭാഗത്തിനും തർക്കമുണ്ടാകില്ലല്ലോ. എന്നാൽ സ്ത്രീകളുടെ ജുമുഅ ജമാഅത്ത് സംബന്ധിച്ച് പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞു? ഇതാണ് ആദ്യമായി പരിശോധിക്കേണ്ടത്. ആദ്യമായി പരിശോധിക്കേണ്ടത് അതാണ്. പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ എന്ത് പറഞ്ഞു അല്ലേ പരിശോധിക്കേണ്ടത്? കാരണം പടച്ചോനല്ലേ കൂലി തരാൻ. ആ നിലയ്ക്ക് പടച്ചവൻ എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ സൂറത്തുൽ ജുമുഅ എന്ന പേരിൽ ഒരധ്യായം തന്നെയുണ്ട്. ജുമുഅയെ സംബന്ധിച്ചുള്ള അധ്യായം സൂറത്തുൽ ജുമുഅ. ഈ അധ്യായത്തിലെ 9-ാമത് ആയത്ത് വാക്യം ജുമുഅക്ക് പോകാനുള്ള കൽപ്പന ഉൾക്കൊള്ളുന്നു. എന്താണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അൂ ഇലാ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വേഗം പോവുക. ജുമുഅക്ക് വേഗം പോയിക്കോളിൻ. കച്ചവടം മുതലായ ഏർപ്പാടുകൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. അതാണ് നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. ഇതാണ് സൂറത്തുൽ ജുമുഅയിലെ 9-ാം വാക്യത്തിന്റെ ഏകദേശ അർത്ഥം. ഈ ആയത്തിൽ വ്യക്തമായി പറയുന്നു, സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ജുമുഅക്ക് വേഗം പോയിക്കോളണം. ആരോടാ പറയുന്നത്? സത്യവിശ്വാസികളോട്. സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ പോലെ സ്ത്രീകളും ഉൾപ്പെടണമെന്നാണ് ചില ആളുകൾ പറയുന്നത്. പരിശോധിക്കേണ്ടതാണ്. നാം ഒറ്റയടിക്ക് അവരുടെ വാദമുഖങ്ങള് കേൾക്കാൻ പോലും തയ്യാറില്ലാതെ അടച്ച് നിഷേധിക്കാനൊന്നുമില്ല. നമുക്ക് പരിശോധിക്കാം, ചർച്ചയാവാം. തീർച്ചയായും ചർച്ചയാകാവുന്നതാണ്. എതിരാളികളുമായൊക്കെ ഏത് രീതിയിലും ചർച്ചയാവാം എന്ന കാഴ്ചപ്പാടുകാരനാണ് വൈയക്തികമായി ഞാൻ. അതുകൊണ്ട് നമുക്ക് ചർച്ചയാവാം. പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ എന്ന സംബോധനം, യാ അയ്യുഹല്ലദീന ആമനു എന്ന സംബോധനം 80-ലേറെ സ്ഥലങ്ങളിൽ കാണാവുന്നതാണ്. അതിൽ യാ അയ്യുഹല്ലദീന ആമനു ഇദാ തല്ലഖ്തുമുൻ നിസാഅ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നക്കഹ്തുമുൽ മുഅ്മിനാത്തി തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ പുരുഷ വിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്ന് എല്ലാവരും സമ്മതിക്കും. എന്നാൽ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കെന്ന പോലെ സ്ത്രീകൾക്കും നോമ്പ് നിർബന്ധമല്ലേ? അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികള്, വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ വേഗം ജുമുഅക്ക് പോകണമെന്ന് പറഞ്ഞത് നോമ്പിന് കൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പുരുഷന്മാർക്കെന്ന പോലെ സ്ത്രീകൾക്കും ബാധകമാകുന്നു എന്നാണ് ചില ആളുകളുടെ പക്ഷം. അങ്ങനെ ചിലര് തെറ്റിദ്ധരിച്ചെങ്കിൽ അവരെ പഴിച്ചിട്ട് കാര്യമല്ല. ആ തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ടല്ലോ. നാം ആ തെറ്റിദ്ധാരണ തീർത്തു കൊടുക്കേണ്ട ആളുകളാണ്. മനഃപൂർവ്വം വാശി പിടിക്കുകയാണെങ്കിലോ അത് ഒഴിവാക്കാൻ നമുക്കൊണ്ട് സാധിക്കില്ല. നാം പറയുന്നത് സൂറത്തുൽ ജുമുഅയിലെ 9-ാം ആയത്തിൽ സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ജുമുഅക്ക് വേഗം പോകണം എന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു എന്ന സംബോധനത്തിൽ പുരുഷന്മാര് മാത്രമേ ഉൾപ്പെടുകയുള്ളൂ.
അത് സ്ത്രീകൾക്ക് ബാധകമല്ല. എന്താണ് അങ്ങനെ നാം പറയാനുള്ള കാരണം? ഒന്ന്, ഈ ആയത്തിന് പ്രവാചകർ നൽകിയിരിക്കുന്ന വിശദീകരണം. രണ്ട്, പൂർവീക മുഫസ്സിറുകൾ നൽകിയിരിക്കുന്ന വ്യാഖ്യാനം. അതുപോലെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രസ്തുത ആയത്ത് പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്, അത് സ്ത്രീകൾക്ക് ബാധകമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നോക്കൂ, മഹാനായ പ്രവാചകർ പറഞ്ഞു, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും നിവേദക പരമ്പരയ്ക്ക് നിശ്ചയിച്ച ഷർത്തനുസരിച്ച് നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ വന്നതാണ്, അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഇല്ലാ അലാ അർബഅ അബ്ദിൻ മംലൂകിൻ ഔ ഇംറാത്തിൻ ഔ സബിയ്യിൻ ഔ മജ്നൂൻ. ജുമുഅ നിർബന്ധമായും അവകാശപ്പെട്ടതാണ് മുഴുവൻ മുസ്ലിങ്ങൾക്കും, 4 വിഭാഗങ്ങൾക്കൊഴികെ: അടിമ, സ്ത്രീ, കൊച്ചുകുട്ടി, മാനസിക രോഗി. ഈ 4 വിഭാഗമാകുന്നു ജുമുഅയുടെ നിർബന്ധം അവകാശം ഇല്ലാത്ത 4 പേർ, 4 വിഭാഗം. അപ്പോൾ ജുമുഅയുടെ അവകാശത്തിൽ നിന്ന് പ്രവാചകർ ഒഴിവാക്കിയ 4 വിഭാഗത്തിൽ സ്ത്രീകളും ഉണ്ട്. അതുകൊണ്ട് പുരുഷന്മാരെ പോലെയുള്ള നിർബന്ധമായ ബാധ്യത, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് എന്ന ആയത്തിന്റെ കൽപ്പനയിൽ, നിർബന്ധപൂർവം ജുമുഅക്ക് പങ്കെടുക്കണമെന്ന കൽപ്പനയിൽ പുരുഷന്മാരെ പോലെ സ്ത്രീകൾ ഉൾപ്പെടുകയില്ല. കാരണം സ്ത്രീകളെ പ്രവാചകർ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. പ്രവാചകരുടെ വിശദീകരണമല്ലേ ഖുർആനെ നാം സ്വീകരിക്കേണ്ടത്? പ്രവാചക വിശദീകരണമല്ലേ ഖുർആനിനെ നാം സ്വീകരിക്കേണ്ടത്? പ്രവാചകരുടെ വിശദീകരണം എങ്ങനെയാണ്? സ്ത്രീകൾക്ക് ബാധകമല്ല. മറ്റൊന്ന്, ഈ സൂറത്തുൽ ജുമുഅയിലെ 9-ാം ആയത്തിന് പൂർവീക മുഫസ്സിറുകൾ എഴുതിയ 1 ഡസനോളം തഫ്സീറുകൾ ഞാൻ പരിശോധിച്ചു. 2 ഡസൻ പരിശോധിച്ചോല് എന്നേക്കാൾ വിവരമുള്ളവരുണ്ടാകും. ഇതിനെതിരിൽ അവർ വല്ലതും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നാം 1 ഡസനോളം തഫ്സീറുകൾ പരിശോധിച്ചു. ആ തഫ്സീറുകളൊക്കെ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് എന്ന് പറഞ്ഞ സൂറത്തുൽ ജുമുഅയിലെ 9-ാം ആയത്തിന്റെ പരിധിയിൽ പുരുഷന്മാർ മാത്രമേ ഉൾപ്പെടുകയുള്ളൂ, സ്ത്രീകൾക്കത് ബാധകമല്ല എന്ന് പ്രസ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ആകയാൽ സൂറത്തുൽ ജുമുഅയിലെ 9-ാം വാക്യം ജുമുഅക്ക് പോകാനുള്ള നിർബന്ധമായ കൽപ്പന പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്, സ്ത്രീകൾക്കത് ബാധകമല്ല. പ്രവാചക വിശദീകരണം അപ്രകാരമാണ്. പൂർവീക മുഫസ്സിറുകളുടെ ഖുർആൻ വ്യാഖ്യാനവും അതുപോലെയാകുന്നു. രണ്ടാമത് നമുക്ക് ആലോചിക്കാനുള്ളൊരു കാര്യം, പരിശുദ്ധ ഖുർആൻ സൂറത്തുന്നൂറിലെ 36-ാം ആയത്ത്. സൂറത്തുന്നൂറിലെ 36-ാം ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫീ ബുയൂത്തിൻ അദ്നല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്മരിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചതായ അവന്റെ ഭവനങ്ങളാകുന്ന പള്ളികളിൽ വെച്ച് രാവും പകലും അല്ലാഹുവിനെ ധ്യാനിക്കുക, അവന് വേണ്ടി നിസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കുക. റിജാലുൻ പുരുഷന്മാരാകുന്നു. പള്ളികളിൽ വെച്ച് നിസ്കരിക്കുക, റിജാലുൻ പുരുഷന്മാരാകുന്നു എന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു. പള്ളിയിൽ നിന്ന് നിസ്കരിക്കേണ്ടത് ആണുങ്ങളാണെന്ന് അല്ല പറയാം. അല്ല പറഞ്ഞോടത്തല്ലേ നമ്മൾ നിൽക്കേണ്ടത്? കാരണം കൂലി തരാൻ അവനല്ലേ. റജുലുൻ എന്നതിന്റെ ബഹുവചനമാണ് റിജാൽ. റജുലുൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ, റിജാൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ. മദ്രസകളിൽ ഒരു 4-ാം തരം വരെയെങ്കിലും പഠിച്ച ആർക്കും ഇക്കാര്യം അറിയാം.
പെരുത്ത് കിതാബ് ഓതിയ വിവരമൊന്നും വേണ്ട.